പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ, ഇപ്പോൾ രാജ്യത്തെ പാർലമെൻറ്റിനകത്ത് വഖഫ് ഭേദഗതി ബിൽ ചർച്ച ആരംഭിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൈനോറിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡൻറ്റിറ്റിയെ തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംഘപരിവാർ നടത്തുന്ന വംശീയ അജണ്ടയുടെ ഭാഗമാണ് വഖഫ് ഭേദഗതി ബിൽ എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ ബില്ല് വരുന്നത് കൺസേൺഡ് ആയ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്നല്ല, ഏതെങ്കിലും ഒരു സവിശേഷമായ കമ്മ്യൂണിറ്റിയുടെ ആവശ്യപ്രകാരവുമല്ല. കുറച്ചു കാലങ്ങളായി BJPയുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അത്യന്തം അപകടകരമായ ഈ ബില്ല് ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എല്ലാം വഖഫുമായി കൂടി ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ തകർത്ത് അവരുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ വംശീയ നീക്കമാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. വഖഫ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദൈവമാർഗത്തിലുള്ള ദാനമാണ്. അത് ആരുടെയും ഔദാര്യമല്ല. യഥാർത്ഥത്തിൽ ഒരു ജനതയുടെ, ഒരു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസമാണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ അധ്വാനമാണ്. അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് കൂടിയാണ്. അതിനു മുകളിലാണ് ഇന്ന് ഇതര മതവിഭാഗത്തിൽപ്പെട്ടവർക്കും സർക്കാരിനും യഥേഷ്ടം കൈകടത്താവുന്ന സ്വഭാവത്തിലേക്കുള്ള ഗവൺമെന്റ് ഭേദഗതി ബില്ലായി രാജ്യത്തിന് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ ഓരോ മതവിഭാഗത്തിനും, ഓരോ സാമൂഹ്യ ജനവിഭാഗത്തിനും അവരവരുടേതായ നിയമങ്ങൾ നമ്മുടെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. നമ്മളുടെ ഡൈവേഴ്സിറ്റി നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്, നമ്മുടെ ബഹുസ്വരത നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, ദേവസ്വം ബോർഡ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ സഭാ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സവിശേഷമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കം ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കുറച്ചു കാലങ്ങളായി നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്തെ തന്നെ തകർക്കാൻ ജനാധിപത്യത്തെ ടൂളായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു വസ്തുത. ജനാധിപത്യ സംവിധാനത്തിലൂടെ ഭൂരിപക്ഷത്തിന്റെ മികവ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് സർക്കാർ കുറച്ചു കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് NRCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും, അതുപോലെ തന്നെ മുത്തലാഖുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് UCCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാണാൻ കഴിയും. ഇതെല്ലാം തങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ വേണ്ടി അതിനെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ ടൂളാക്കിക്കൊണ്ടാണ് രാജ്യത്ത് ഇന്ന് സംഘപരിവാർ അവരുടെ വംശീയമായ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രാജ്യത്ത് ജനാധിപത്യ സംവിധാനം വരെ രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കാൻ ടൂളാക്കുന്ന ഒരു കാലത്ത് മർദ്ദിത ജനവിഭാഗത്തിന് തെരുവിലിറങ്ങേണ്ടുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് കേവലം ഒരു മുസ്ലിം വിരുദ്ധ നീക്കമായി നമ്മൾ കാണുന്നില്ല, ഒരു മുസ്ലിം ജനവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഒന്നായിട്ട് നമ്മൾ കാണുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഭരണകൂടത്തിന്റെ പ്രഖ്യാപിതമായ വംശീയ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ സ്വാഭാവികമായും പ്രഥമ പരിഗണന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അവർ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാജ്യം ഇതിനെ അതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ സെൻസിൽ മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായ സമാന ചിന്താഗതിക്കാരായ മുഴുവൻ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ചെറുത്ത് പരാജയപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ നിലനിൽക്കുന്ന ബഹുസ്വര സാമൂഹ്യ ജീവിതം നിലനിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ.
അതിൽ ഇന്ത്യ അലയൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ അതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് എതിർക്കാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കാനുണ്ടായ നീക്കത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവിടം കൊണ്ട് തീരുന്നതല്ല. തീർച്ചയായും മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. വിയോജിക്കുന്നവർക്ക് നേരെയെല്ലാം സംഘപരിവാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന നീക്കം നിശബ്ദമാക്കുക എന്നുള്ളതാണ്, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇത്തരം വംശീയമായ നീക്കത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് തന്നെ എല്ലാ ജനവിഭാഗത്തെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്നു എന്നതിലേക്കുള്ള സൂചനയാണ് വഖഫ് ഭേദഗതി ബില്ലും യഥാർത്ഥത്തിൽ നമ്മെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തുന്നത് എന്നതാണ് വസ്തുത. എനിക്ക് തോന്നുന്നത് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ചർച്ച കേരള കേന്ദ്രീകൃതമാകുന്നത് പോലും അപകടകരമാണ് എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത്. KCBCയുടെ ഭാഗത്ത് നിന്നുണ്ടായ നീക്കം ദൗർഭാഗ്യകരമാണ്. യഥാർത്ഥത്തിൽ KCBC അത്തരമൊരു സജഷൻ അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം എംപിമാരുടെ മുമ്പിൽ വെക്കുന്നതിന്റെ ന്യായം എന്ന് പറയുന്നത് മുനമ്പമാണ്. മുനമ്പം വിഷയവും അതുപോലെ തന്നെ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJP അജണ്ടയോടുകൂടി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലും തമ്മിൽ അജഗജാന്തരമുണ്ട്. മാത്രമല്ല വഖഫ് ബില്ല് നമ്മുടെ പാർലമെന്റിൽ പാസ്സാകാതിരിക്കുകയോ ചെയ്താൽ അത് യഥാർത്ഥത്തിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട പരിഹാരമോ അല്ലെങ്കിൽ പ്രശ്നമോ ആയി ഏതെങ്കിലും അർത്ഥത്തിൽ കണക്റ്റഡ് അല്ല എന്നാണ് ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു. മുനമ്പം വിഷയത്തിന്റെ തന്നെ വസ്തുത നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് അത് ദാനമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത അതിന്റെ അതോറിറ്റി അത് വഖഫ് ആധാരമായിട്ടാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനിടയ്ക്ക് നടക്കുന്നത് ദാനമാണെന്ന് മനസ്സിലാക്കി ധാരാളം ആളുകൾക്ക് ഫറൂഖ് കോളേജിൽ സ്ഥലം വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഈ വിൽപ്പന നടത്തുകയും പണം കൊടുത്ത് ഭൂമി വാങ്ങുകയും ചെയ്ത ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്ന ആളുകൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കണമെന്ന് കേരളത്തിൽ ആദ്യമായി പ്രസ്താവന ഇറക്കിയത് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയാണ്. ഒരു ഡിമാൻഡ് കൂടി ഗവൺമെന്റ് മുമ്പിൽ വെച്ചു. ഇത് നിയമപരമായ കുരുക്കുകളിലേക്ക് കൊണ്ടുപോകാതെ ഇരു മതവിഭാഗത്തെയും ചേർത്ത് നിർത്തി ഗവൺമെന്റ് മുൻകൈയെടുത്ത് അവിടെ പണം കൊടുത്ത് ഭൂമി വാങ്ങി വീട് വെച്ച ആളുകളുടെ കാര്യത്തിൽ ഫ്ലെക്സിബിളായ ഒരു ഡിസിഷന് ഗവൺമെന്റ് മുൻകൈയെടുക്കണം എന്നാവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് മുനമ്പം വിഷയം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തീരുന്നതോ അല്ലെങ്കിൽ ഇതുകൊണ്ട് തീരാത്തതോ അല്ല, ഇതുമായി കണക്ട് ചെയ്യേണ്ടതല്ല. ഭരണകൂടം അത് നീട്ടിക്കൊണ്ടുപോവുകയും ഇരു കമ്മ്യൂണിറ്റികൾക്കകത്തുള്ള ഇഷ്യൂ ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് അപകടകരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ തന്നെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ രാജ്യത്താകമാനം ആരംഭിച്ചിട്ടുണ്ട്. റമദാനിൽ തന്നെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി തെരുവിലാണ്. പാട്നയിൽ നടന്നു, വിജയവാഡയിൽ നടന്നു, ജന്തർ മന്ദറിൽ നടന്നു. തീർച്ചയായിട്ടും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ കീഴിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടാണ്. ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്. അവരുടെ എല്ലാം പിന്തുണയോടുകൂടി ജനകീയമായ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തീർച്ചയായിട്ടും നേതൃത്വം നൽകേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ നിയമപരമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇല്ല, മുസ്ലിം കമ്മ്യൂണിറ്റി വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഒറ്റക്കെട്ടാണ്, പരസ്പര ധാരണയിലാണ്. ഏതെങ്കിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും ഒരു വിഭാഗം വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മൗനം പാലിക്കുകയോ നിസ്സംഗഭാവം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ജനാധിപത്യപരവും നിയമാനുസൃതവുമായ മൂവ് നടക്കണം എന്നാണ് ദേശീയ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്.
കേരളത്തിൽ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ആ വിഷയത്തിൽ ഒരേ പേജിലാണ്, ഒരേ അഭിപ്രായത്തിലാണ്. തീർച്ചയായിട്ടും യോജിച്ച മുന്നേറ്റമാണ് ആ വിഷയത്തിൽ ഉണ്ടാവുക. ഇത് ഇന്ന് മുസ്ലിം പേഴ്സണൽ ലോ കോഡ് പറഞ്ഞതുപോലെ തന്നെ ബാബരി മസ്ജിദ് ഒരു മസ്ജിദിന്റെ പ്രശ്നമായി. വഖഫ് ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ മസ്ജിദിന്റെയും പ്രശ്നമാണ്. വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വഖഫ് ബില്ല് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സാമൂഹ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇത് ദേശീയമായ സ്വഭാവത്തിൽ തന്നെ ഒറ്റക്കെട്ടായുള്ള പ്രക്ഷോഭം ഈ വിഷയത്തിൽ രൂപപ്പെട്ടു വരും. തെറ്റാണ്, തീർത്തും വസ്തുതാ വിരുദ്ധമാണ്. കേരളത്തിലല്ല ഏറ്റവും കൂടുതൽ വഖഫ് ഭൂമി ഉള്ളത്, ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ വഖഫ് ഭൂമി ഉള്ളത്, പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ വഖഫ് ഭൂമി ഉള്ളത്. ഏറ്റവും കൂടുതൽ വഖഫ് ഭൂമി കയ്യേറിയിട്ടുള്ളത് ഗവൺമെന്റാണ്. മാത്രമല്ല അലിഗർ യൂണിവേഴ്സിറ്റി വഖഫ് ഭൂമിയാണ്, ഹംദർദ് യൂണിവേഴ്സിറ്റി വഖഫ് ഭൂമിയാണ്, ജാമിയ മില്ലിയ വഖഫ് ഭൂമിയാണ്, ഫറൂഖ് കോളേജ് വഖഫ് ഭൂമിയാണ്. ഇതിന്റെ ഗുണഭോക്താക്കൾ മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗങ്ങളുമാണ്. അത് ആരുടെയും കയ്യേറിയതല്ല. ഒരു ജനത അധ്വാനിച്ചുണ്ടാക്കിയത് വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനത്തിന് ദൈവത്തിന്റെ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ദാനം ചെയ്തതാണ്. എല്ലാ വിഭാഗത്തിലുണ്ട്. അത്തരം സഭക്കുണ്ട് ഭൂമി, ദേവസ്വം ബോർഡിനുണ്ട് ഭൂമി. ദേവസ്വം ബോർഡിനകത്ത് 2 മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടില്ലല്ലോ. സഭ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് 2 മുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് ആരും ആവശ്യപ്പെടില്ലല്ലോ. ഇതെല്ലാ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ച് സിഒയെ നോമിനേറ്റ് ചെയ്യുന്ന, മുസ്ലിം പ്രതിനിധികളെ വെക്കുന്ന, ഗവൺമെന്റ് വിചാരിച്ചാൽ വഖഫ് ട്രിബ്യൂണലിന്റെ അധികാരത്തെ റദ്ദ് ചെയ്യുന്ന, ഗവൺമെന്റിന് യഥേഷ്ടം, ഗവൺമെന്റ് പ്രതിനിധി എന്ന് പറഞ്ഞാൽ സംഘപരിവാർ പ്രതിനിധികളെ വരെ വഖഫ് പ്രോപ്പർട്ടിയുടെ കൈകാര്യകർത്തൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അത്യന്തം അപകടകരമായ നീക്കമാണ്. ഇതൊരു മതവിഭാഗത്തോടും ഒരു ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കാത്ത സമീപനമാണ്. ഏകപക്ഷീയവും വിവേചനപരവുമായ സമീപനമാണ്. താങ്കളും ഈ KCBC വിഷയത്തിൽ ദൗർഭാഗ്യകരമെന്നാണ്. അത് ഷാർപ്പായിട്ട് ഈ നിലപാട് തള്ളുന്നില്ല. അത് താങ്കൾ പ്രധാന ചെയ്യുന്ന പ്രസ്ഥാനത്തോട് കൊണ്ടൊരു പാർട്ടികളോടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. LDF വിഭാഗത്തിൽ UDF വിഭാഗത്തിൽ 2 മുന്നണിയിലെയും നേതാക്കൾ ആരും ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ഭയപ്പെട്ടുകൊണ്ട് പലകാലം മുസ്ലിം ക്രിസ്ത്യൻ മുന്നണിയിലെയും നിലനിർത്തുന്നത്. അതുകൊണ്ടാവണം അവരും അവരെ കാര്യമായ ഒരു വിമർശനം KCBC ആ സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഷാർപ്പായിട്ട് പൊളിറ്റിക്കൽ പാർട്ടി പറയാറുള്ളത്? അതിനകത്ത് ഷാർപ്പ്നെസ്സിൻ്റെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇന്ന് രാവിലെ കുറിപ്പിട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഷാർപ്പ്നെസ്സിൻ്റെ ഒരു പ്രശ്നമില്ല. ഇത് KCBC എന്ന് പറയുന്ന ക്രൈസ്തവ ജനവിഭാഗത്തിൽ തന്നെ ഏതെങ്കിലും ഒരു സവിശേഷമായ ഒരു ധാരയെ പ്രതിനിധീകരിക്കുന്നവരാണ് KCBC മുസ്ലിം കമ്മ്യൂണിറ്റിയും മാത്രം ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു വിഷയമല്ല ഇന്ന് ഇന്ത്യ നേരിടുന്നത്. ഇന്ന് ഇന്ത്യ നേരിടുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത, ഇന്ത്യയിലെ ബഹുസ്വര ജനത, മതേതര ജനത ഒരു ഭാഗത്തും വംശീയ അജണ്ടയുള്ള ഭരണകൂടം ഒരു മറുഭാഗത്തുമാണ്. അതിൻ്റെ ഒരു രോഗലക്ഷണം മാത്രമാണ് വഖഫ് ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. ഒരു ഏകശിലാത്മകമായ സാമൂഹ്യ ക്രമം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് വരും. ഞാൻ ഈ വിഷയത്തിൽ KCBC ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ഇത് മുസ്ലിം വിരുദ്ധമല്ല, ഇത് വംശീയമാണ്. വംശീയമായ അജണ്ടയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ ആദ്യ വിഷയമാണ് ഇതെന്ന് പറയുന്നത്. വിചാരധാരയിൽ തന്നെ പറയുന്നത് അതാണ്. വിചാരധാരയിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രൈസ്തവ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിസ്റ്റുകൾ, ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ബോധം കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്, ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ബോധം ക്രൈസ്തവർക്കുണ്ട്. കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവ കമ്മ്യൂണിറ്റിക്ക് നേരെയുമുള്ള വംശീയമായ ആക്രമണം നടന്നിട്ടുണ്ട്. മണിപ്പൂരുള്ളത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് KCBC അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന ഒരു ലിമിറ്റേഷനിൽ നിൽക്കേണ്ട, ഒരു ചെറിയൊരു ഫ്രെയിമിൽ നിൽക്കേണ്ട ഒന്നല്ല. ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ ക്യാൻവാസിൽ നിന്നുകൊണ്ട് ഇന്ത്യയായി നിലനിൽക്കണോ എന്ന മൗലികമായ ചോദ്യം ഇത് ഉയർത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു മിനിമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അജണ്ടയല്ല നമ്മൾ കാണുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ വോട്ട് ബാങ്ക് ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബോൾഡായ ഒരു സമീപനം സ്വീകരിക്കുന്നതിന് ലിമിറ്റേഷൻ അല്ല. ഇതിൽ വംശീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത അജണ്ട തന്നെയാണ്, നിലപാട് തന്നെയാണ്
ജമാഅത്ത് ഇസ്ലാമിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യ സംവിധാനത്തെ തന്നെ, ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ തന്നെ വംശീയ അജണ്ടക്ക് ടൂളാക്കുമ്പോൾ തെരുവ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ഇടമായി മാറും. ആ വഴിയിലേക്ക് മർദ്ദിത ജനത വഴിമാറി അല്ലെങ്കിൽ അവരുടേതായ പ്രക്ഷോഭങ്ങൾ തിരിച്ചുവിടേണ്ടി വരും എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള വഴി. പിന്നെ നിയമപരമായ വഴിയാണ്. ആ രണ്ട് വഴികളും നമ്മൾ സ്വീകരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിലകൊള്ളുന്ന ഒരുപാട് സങ്കുചിത രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പരസ്പരമുള്ള താല്പര്യ സംരക്ഷണങ്ങൾ ഇരു മുന്നണി സംവിധാനങ്ങൾക്കകത്ത് വളരെ ഭംഗിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രയോജനപ്പെടുത്തപ്പെടുന്നുണ്ട്. ഞാൻ അതിൽ ഇൻവോൾവ് ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു ദേശീയ പ്രശ്നമാണ്. ഇതിൻ്റെ വിക്ടിംസ് ആദ്യഘട്ടത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ആത്യന്തികമായി ഇത് രാജ്യത്തെ തന്നെ ബാധിക്കുന്ന അപകടകരമായ മൂവാണ്. NRCയുടെ തുടർച്ചയാണ്. അതുപോലെ തന്നെ UCCയുടെ യൂണിഫോം സിവിൽ കോഡിൻ്റെ തുടർച്ചയാണ്. മുത്തലാഖ് ബില്ലിൻ്റെ തുടർച്ചയാണ്. ഇനിയും നിങ്ങൾക്കറിയാം, യഥാർത്ഥത്തിൽ കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ടെല്ലാം പുതിയ നിയമങ്ങൾ വരാൻ പോവുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള അവിടെ ഏത് തരത്തിൽ സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ മുസ്ലിം വോട്ട് കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ, അവർക്ക് സഹായിക്കാൻ കഴിയുമോ? ബദലെന്താണ്? അതിൽ സെക്യുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വംശീയതയും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് പൊളിറ്റിക്സ് കളിക്കുന്നത് ആത്യന്തികമായി അപകടകരമാണ് എന്നാണ് ഞാൻ പറയുക. ഏതെങ്കിലും ഒരു സവിശേഷമായ ഇവൻറ്റിനെയോ സ്റ്റേറ്റ്മെൻറ്റിനെയോ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ടോട്ടലി ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ക്രൈസ്തവ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഹൈന്ദവ കമ്മ്യൂണിറ്റിയായി ബന്ധപ്പെട്ടാണെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റി ബേസ് വോട്ട് ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രീണന രാഷ്ട്രീയം എന്നതല്ല ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന അർത്ഥത്തിൽ നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടിലേക്ക് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വരേണ്ടി വരുമെന്നുള്ളതാണ്. ഈ പലവട്ടം KCBC ആണെങ്കിലും കാത്തലിക് ബിഷപ്പ് കൗൺസിലാണെങ്കിലും ചർച്ച നടത്തി ഒരു സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മുൻനിർക്കങ്ങളിലും പലപ്പോഴും സംശയവും പ്രകടിപ്പിച്ചു. ഈ പറയുന്ന സർക്കാരിന്റെ നിലപാടാണ് ഈ രണ്ട് സമുദായങ്ങൾ തമ്മിൽ പരസ്പരം ഈ ഒരു വിഷയത്തിൽ അകന്നു പോകുന്നതിന്റെ കാരണം. മുൻപ് വിഷയം ഇത്ര പോകേണ്ടിയിരുന്നില്ല എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. മുൻപും വിഷയം രൂപപ്പെട്ടു വന്ന സാഹചര്യത്തിൽ തന്നെ കേരളീയ സമൂഹം ഇന്ത്യൻ സാഹചര്യത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി സാഹോദര്യവും സൗഹൃദവും സഹവർത്തിത്വവും നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഹോളി ആഘോഷം എന്ന് പറയുന്നത് UP സൃഷ്ടിച്ച മതസ്പർദ്ധ എത്രമാത്രമാണ് എന്ന്, കമ്മ്യൂണൽ പോളറൈസേഷൻ എത്രമാത്രമാണ് എന്ന്. ഇവിടെ പെരുന്നാളുണ്ട്, ഓണമുണ്ട്, ക്രിസ്മസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആഘോഷങ്ങൾക്കും മതമുണ്ട്, ദർശനമുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ മാനം എന്ന് പറയുന്നത് വളരെ വാല്യൂ ബേസ്ഡാണ്, മൂല്യവത്താണ്, പരസ്പരം ചേർത്ത് നിർത്തുന്നതും സഹകരിക്കുന്നതും സഹകരിപ്പിക്കുന്നതും ഒക്കെയാണ്. കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ ഈ സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ മീറ്റിംഗ് കൂടിയിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഇരിക്കാൻ സന്നദ്ധമാണ്. ക്രൈസ്തവ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയും ഇരുത്തി അവിടെയുള്ള ഭൂമി വാങ്ങിയ ആളുകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു സമീപനം സ്വീകരിക്കണം. കയ്യേറ്റക്കാരുടെ കാര്യത്തിലല്ല, അതല്ലാതെ അവിടെ ഭൂമി വാങ്ങിയ ആളുകളുണ്ട്. ഫറൂഖ് കോളേജ് ഭൂമി വിറ്റു എന്ന് അവർ പറയുന്നുണ്ട്, അത് വസ്തുതയാണ്. ഇസ്ലാമികമായി അത്തരമൊരു വിഭാഗത്തോട് അനീതി ചെയ്യണമെന്ന് ഒരിക്കലും പറയൂല. അത് ഇസ്ലാമിൻ്റെ നീതി സങ്കല്പത്തിനെതിരാണ്. വഖഫ് പ്രോപ്പർട്ടി സംരക്ഷിക്കണമെന്ന് പറയുന്നവർ പോലും വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജ് വിറ്റ ഭൂമിയുമായി എങ്ങനെ, അത് രണ്ട് ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഒറ്റ വാക്കിൽ മറുപടി പറയുകയില്ല. ഇത് ദാനമാണ് എന്നാണ് ഫറൂഖ് കോളേജിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇത് നൽകിയിരിക്കുന്ന ആളുകൾ ഇത് വഖഫാണ് എന്നാണ് പറയുന്നത്. ആധാരം വഖഫാധാരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കേവലം കോടതി വ്യവഹാരത്തിലല്ല ഇത് പരിഹരിക്കേണ്ടത്. എന്തിനാണ് ഒരു ഗവൺമെൻറ് ഇതിൽ മധ്യസ്ഥം വഹിക്കണം. ഗവൺമെൻറ് ഇരുവിഭാഗവുമായി സംസാരിക്കണം. അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ഫ്ലെക്സിബിളാണ്. ആ ഫ്ലെക്സിബിലിറ്റി പല ഘട്ടത്തിലായിട്ട് പ്രകടിപ്പിച്ചതാണ്. ഇനിയും ഞാൻ പറയുക,
ഈ വഖഫ് ബില്ലായിട്ട് മാത്രം ബന്ധപ്പെട്ടല്ല കിടക്കുന്നത്. ഇനിയും ഇലക്ഷൻ വരാൻ പോവാണ്. പാലക്കാട് ഇലക്ഷനിൽ ഈ വിഷയം കത്തിച്ചതാണ്. ഇനിയും ഇലക്ഷൻ വരാൻ പോവാണ്. ഞാൻ പറയുക, ഇലക്ഷൻ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് രണ്ട് കമ്മ്യൂണിറ്റിക്കകത്തിൽ ഇടയിലുള്ള പ്രശ്നത്തെ ആരും വൈകിപ്പിക്കാതെ, ഊതിവീർപ്പിക്കാതെ, പോളറൈസേഷനിലേക്ക് നയിക്കാതെ ഒരുമിച്ചിരുത്തി പരിഹരിക്കണമെന്നാണ് ഗവൺമെന്റിനോടും ഉത്തരവാദിത്തപ്പെട്ട ആളോടും നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും 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 അതിലൊരു പൊളിറ്റിക്കൽ ധാരണയുണ്ടോ? BJP CPM ധാരണയുണ്ടോ? അതായത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കേരളത്തിൽ സീറ്റ് ഉണ്ടായാൽ മറ്റ് സീറ്റുകളിൽ എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ കുറച്ചു കാലങ്ങളായി ഇലക്ഷൻ പൊളിറ്റിക്സ് ബേസ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഡേഞ്ചറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജയപരാജയത്തിനപ്പുറത്തേക്ക് കേരളം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാല്യൂസിനെ വീണ്ടും വിധം കൺസിഡർ ചെയ്യാത്ത സ്വഭാവത്തോടു കൂടിയുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അതിനെ വഖഫ് ബില്ലുമായിട്ട് കണക്ട് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പക്ഷെ ഈ ഒരു ഇതേതരമാണ് ആർഎസ്എസിന്റെ പല കാര്യങ്ങളോടും കാണുന്നത്. അവരുടെ സ്വത്തും പ്രയോഗവും ഇവിടെ കടന്നാക്രമിക്കലുമാണ് കുറച്ച് കാലങ്ങളായി. അപ്പൊ അത് പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇലക്ഷൻ സോഷ്യൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്തത് വഖഫ് ബില്ലാണ്. അത് വളരെ മൗലികമാണ്. അതിലെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ്. ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്ത് ഏതെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സമീപനം ജമാഅത്തെ ഇസ്ലാമിയായിട്ട് സ്വീകരിക്കരുതെന്നാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ CPIM ഉം കോൺഗ്രസും UDF അത് മീഡിയ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതായത് ഇവിടെ ഏതാണ്ട് എല്ലാ വിഷയത്തിലും അവസാന ആശ്വാസം വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിലേക്ക് പോകേണ്ട മീഡിയ പ്രവർത്തകരോട് ഞാൻ പറയുക, നിങ്ങളും ഇതിനെ സീരിയസ് ആയിട്ട് കാണണം എന്നാണ് ഞാൻ പറയാം. അതായത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വഖഫ് ബില്ല് എന്ന് പറയുന്നത് രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ കക്ഷി രാഷ്ട്രീയ ഇഷ്യൂസിലേക്കും അതുമായി ബന്ധപ്പെട്ട വൈകാരിക പ്രശ്നങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിലേക്കും പോകേണ്ടതില്ല. ഞാൻ അതിനകത്ത് പറയുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ അലയൻസ് എടുത്ത സമീപനം, കോൺഗ്രസ് എടുത്ത സമീപനം, മുസ്ലിം ലീഗ് എടുത്ത സമീപനം, CPIM എടുത്ത സമീപനം, ഇവർ മുഴുവൻ എല്ലാവരും എടുത്ത സമീപനത്തെ ജമാഅത്തെ ഇസ്ലാമി സ്വാഗതം ചെയ്യുക. എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളുമായി ചേർന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റി തനിച്ചല്ല, എല്ലാ സാമൂഹ്യ ജനവിഭാഗങ്ങളുമായി ചേർന്ന് നിന്നിട്ടാണ് ഈ പ്രക്ഷോഭം പോകേണ്ടത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും നിയമപരമായി നേരിടും. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡൽഹി ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ.